അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് നബി തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ പൊന്നുമകന് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യം ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആഫിയത്തിനും ദീർഘായുസ്സിനും കണ്ണിന് കുളിർമയുള്ള നല്ല മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ 103 വയസ്സ് വരെ ജീവിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രായം 103 വയസ്സാണ്. മഹാനവറുകൾക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. നബിതങ്ങളുടെ ദുആയ ആ സഹാബിക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം മക്കൾ ഉണ്ടായിരുന്നു, കൊച്ചുമക്കൾ ഉൾപ്പെടെ. അതുമാത്രമല്ല, അവിടുന്ന് ബർക്കത്തിന് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്തു. മദീനത്തൊരു തോട്ടമുണ്ടായിരുന്നു അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക്. മദീനത്തൊരു തോട്ടമുണ്ട്. സാധാരണ എല്ലാവരുടെ തോട്ടത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കലേ വിളവെടുക്കാറുള്ളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവെടുക്കും. എന്നാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കാണുമ്പോൾ പറയുന്നത്, മക്കളെ കൊണ്ടുപോയി ദുആ ചെയ്യാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനോട് ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. പക്ഷേ നമ്മൾ മടിയന്മാരാ, നമ്മൾ അലസത കാണിക്കുന്നവരാ, ആ ദുആയ്ക്ക് പോലും നമ്മൾ പിശക്ക് കാണിക്കുന്നവരാ. എന്റെ സഹോദര, അള്ളാഹുവിന്റെ മുമ്പിൽ ആര് ദുആ ചെയ്താലും 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അള്ളാഹുവിന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു കൊടുക്കും. ഒന്ന്, നീ ചോദിച്ചത് തന്നെ അള്ളാഹു നിനക്ക് തരും. നീ എന്താണ് ചോദിച്ചത്, ആ ചോദിച്ചത് തന്നെ അള്ളാഹു നിനക്ക് തരും. അതല്ലെങ്കിൽ ചോദിച്ചത് അള്ളാഹു തരൂല, അത് പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് നീ ചെയ്ത ദുആഇനെ അല്ലാഹു മാറ്റിവെക്കും. ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാഹു തരും, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇല്ലെങ്കിൽ 3, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറെങ്കിലും അല്ലാഹു തട്ടിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും നീ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി ചോദിച്ചതിന് പകരമായിട്ട് അല്ലാഹു മാറ്റിത്തരും. അതാണ് ദുആ. നഷ്ടമില്ല ഒരിക്കലും. സഹോദര, എപ്പോഴും ദുആ ചെയ്. എന്തിനാ ദുആ ചെയ്യുന്നേ? എവിടെ പോയാലും ദുആ, അല്ലേ? നമ്മളെ കളിയാക്കാറുണ്ട്. എവിടെ പോയാലും ദുആ, എപ്പോഴും ദുആ. എന്റെ പൊന്നാരി ചങ്ങാതി, പറയേണ്ടവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ദുആ ചെയ്യ്. നബി തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പരിചയമുണ്ടാകും. നിത്യമായി ദുആ ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഈ താനൂരുകാരായ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, സിറാജ് ദുആ ചെയ്യുന്ന പടച്ചവനെ, അള്ളാഹുവെ, ആയിഷ ദുആ ചെയ്യുന്ന പടച്ചവനെ. മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പോലും പരിചയമുണ്ടാകും. അങ്ങനെ പരിചയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് അങ്ങനെ ദുആ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിലെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 2ാമത്തെ വാഗ്ദാനം, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 3ാമത്തെ വാഗ്ദാനം എന്താ? അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 3ാമത്തെ വാഗ്ദാനം, 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളോട് ചെയ്യുന്ന 3ാമത്തെ വാഗ്ദാനം എന്താ? അപ്പൊ അല്ലാഹു ഒന്നാമതായി പറയുകയാ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം തരും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. അല്ലാഹു പറയുക. 2ാമതായിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനം, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ, ഫഅലം അന്നഹു, നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹു പറയുന്നു, ഉഖ്റുനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെയും ഓർക്കും. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാ അള്ളാനെ ഓർക്കുന്നവര്?
നമ്മൾ അള്ളാനെ ഓർക്കണ ആരുണ്ട്? എടോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിക്കേ. നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഭയാനകമായ തീക്കൊണ്ടാരമുണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്തു കൊണ്ടുപോയി തെള്ളിയിടാൻ കഴിയാത്തത് കാരണം ഉയരമുള്ള സ്ഥലത്ത് അമ്പും വില്ലും തയ്യാറാക്കിയിട്ട് ഇബ്രാഹിം നബിയെ കൈകാല് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ, ഇങ്ങനെ എയ്തു വിടുന്നതിന് വേണ്ടി. അത്രയും വലിയ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിൽക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഒന്ന് അനുവാദം എന്താ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, ഈ തീ ഞാൻ അണച്ചു കളയാം. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ഒരു സാഹചര്യത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, എന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അല്ലാഹു നോക്കിക്കൊള്ളും എന്നെ. അതാ ഖുർആൻ പറഞ്ഞത്, ബർദം വസലാമൻ അലാ ഇബ്രാഹിം. 40 ദിവസം കഴിഞ്ഞ് വരുമ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ എഴുന്നേറ്റ് വന്നടോ. നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ നബിതങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുക. അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. പേടിച്ചു വിറച്ചിരിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയേ, ശത്രുക്കൾ മുകളിലെത്തി നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണും, നമ്മളെ പിടിക്കും, നമ്മളവര് കൊന്നുകളയും. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ ചെയ്തേ. എന്തേ നബിയെ ചിരിക്കുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുകൂടെ ഇതിനകത്തുണ്ട്. അല്ലാ, എന്നെയും നിന്നെയും പടച്ച അല്ല ഉണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഇതിനാ നീ പേടിക്കണേ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ. പിന്നെയാണ് ചെലന്തി വലയും പല്ലിയൊക്കെ വന്നത്, പിന്നെയാണ് ചെലന്തി വലയൊക്കെ വന്ന് കൂടുകെട്ടാൻ തുടങ്ങിയത്. ഇവിടെ അല്ലാഹു നിബിധങ്ങൾ പറയാ, അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ, എന്തിനാ പേടിക്കണേ? നമ്മളെപ്പം അല്ലാഹുവിനെ എത്ര കാലം ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടോ, ആ ഓർക്കുന്ന കാലത്തോളം അല്ലാഹു നമ്മളെ ഓർക്കൂടോ. അല്ലാഹു നമ്മളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹനെ ഓർക്കാതെ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ വരുമ്പോ നമ്മളെ ഏതു പ്രയാസത്തിന്റെ സമയത്തും നമ്മളെ സഹായിക്കേണ്ടവൻ അല്ലയാ. ഈ ഉമ്മത്തിന് അല്ലാതെ ഇനി ലോകത്ത് ഒരാളും നമ്മളെ സഹായിക്കാനില്ല. എല്ലാവരും മുസ്ലിമിന്റെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ട, എല്ലാവരും ഒറ്റക്കെട്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനും ആരുമില്ല നമ്മുടെ കാര്യത്തിൽ. അതിന്റെ പുറകെ നമ്മൾ നോക്കിക്കേ, തലാഖിന്റെ വിഷയം വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിഷയങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങളിലൂടെ കടന്ന് ഇപ്പൊ അവസാനം മദ്രസയിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട. നമ്മളെ സഹായിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കേ കഴിയൂ, പടച്ച റബ്ബിന്. ആ അല്ലാഹുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ നമ്മൾ ആ അല്ലാഹുവിനെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ അല്ലാഹുവിനെ പോലും വെറുപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ പോകുന്നു. അല്ലാഹനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നമ്മളെയും ഓർക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങളുണ്ടോ, എത്ര ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. നബി ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഒരാൾ വന്നിട്ട് പറയുന്നു, തങ്ങളെ, ഞാൻ ഇന്നലെ നിങ്ങളെ സ്വപ്നം കണ്ടു, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും മലക്കുകൾ നടക്കുകയാണ്, എപ്പോഴും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ഇരിക്കുമ്പോഴും, നിങ്ങൾ നടക്കുമ്പോഴും, നിങ്ങൾ ഉറങ്ങുമ്പോഴും, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്തേ അത്ഭുതപ്പെടാനുള്ളത്? നമ്മൾ അല്ലാഹുവിനെ എപ്പോ ഓർക്കുന്നുണ്ടോ,
ആ സമയത്ത് അല്ലാഹും അവന്റെ മലക്കുകളും നമ്മളെയും ഓർക്കുമടോ. അതുകൊണ്ട് ഞാൻ പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലഘട്ടമാ ഇന്നത്തെ യുവതലമുറയ്ക്ക്. അല്ലാഹനെ അറിയില്ല. ഒരാളുടെ ഒരു വാപ്പയുടെ ഒന്നാമത്തെ കടമ മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. പക്ഷേ ഇന്ന് അല്ലാഹനെ കുറിച്ച് അറിവില്ലാതെ പോകുന്നടോ. ഇന്ന് അല്ലാഹനെ കുറിച്ച് അറിവില്ലാതെ പോകുന്നടോ. അല്ലാഹനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പടച്ചവനെ, പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാൽ 25% കൂടിയിരിക്കുകയാ. ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പ്രയാസമുണ്ടായാ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഉടനെ ആത്മഹത്യ ചെയ്യുകയാണ്. ഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ, ഒന്ന് വഴക്കു പറഞ്ഞാലോ, ഒന്ന് കറങ്ങാൻ പറ്റില്ലെങ്കിലോ മക്കള് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന് ദീനുള്ള കുടുംബമില്ലടോ. ഇന്ന് പല വീടുകളിലും ദീനില്ലാതെ പോകുന്നു. ദീനിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ പോകുന്നു. പടച്ചവനെ, ദീനില്ലാതെ പോകുന്നത് കൊണ്ടാണ് മക്കള് തലതിരിഞ്ഞു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പടച്ചവനെ എന്റെ സഹോദരിമാരോട് പറയുകയാ, നിങ്ങളെ മക്കളെ നല്ല നിലയിൽ വളർത്തണേ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. പക്ഷേ ഉമ്മത്തിന് ഇന്ന് അല്ലാഹനെ തിരിയുന്നില്ലടോ. ഒരാൾക്കും അല്ലാഹനെ പേടിയില്ലടോ. ഇന്നൊരാൾക്കും അല്ലാഹനെ പേടിയില്ല. പാപം ചെയ്യാനും പേടിയില്ല. എന്ത് തെറ്റും പരസ്യമായി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരാകണം. ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം, മാതാപിതാക്കളും മക്കളോട് പറയണം. ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വീടാകണം. ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, ദീനുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. എടാ, സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല. ഒരാള് പെണ്ണ് കെട്ടുമ്പോ 4 കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ്. 1 സമ്പത്ത്, 2 സൗന്ദര്യം, 3 കുടുംബമഹിമ, 4 ദീന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല. എടാ, കിട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ഈ താനൂറുള്ള സഹോദരിമാര്, പടച്ചവനെ ഉസ്താദ്, വാഴ് പറയുന്നവര് മുഴുവനും ഞങ്ങളെ കുറ്റം പറയുന്നല്ലോ. എല്ലാ ഉസ്താദന്മാരും ഞങ്ങളെ കുറ്റം പറയുകയാ. ഞങ്ങളെ കടുത്ത ഭാഷയിലാണ് നിങ്ങളെ വിമർശിക്കുന്നത്. പെങ്ങളെ, വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ പെങ്ങള്. നിങ്ങളെ നന്നാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാ. നിങ്ങൾ നന്നായേ പറ്റൂ പെങ്ങളെ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായ വീട് നന്നായി, ഭർത്താവ് നന്നായി, മക്കള് നന്നായി, വീട് നന്നായി, നാട് നന്നായി. പെങ്ങളെ, ലോകം തന്നെ നന്നാകാൻ നീ കാരണമാവുകയാ. മറിച്ച് നീ എങ്ങാണം വഴിപിഴച്ചു പോയാ, അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാര് നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. നീ ആമീൻ പറയാത്തത് നിനക്കറിയാത്തത് കൊണ്ടാ. നിന്റെ ഭാര്യയെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അങ്ങനെ ആമീൻ പറയാൻ പറഞ്ഞതിന്റെ കാരണം, നീ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ തങ്ങളോ വലിയോ, നീ ആരുമാകട്ടെ, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വഴുതു പറയുന്ന ആളാണെങ്കിലും, നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യ നല്ലവളാകണം. നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കള് തലതിരിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എടോ, നിങ്ങളാര്, ആണുങ്ങൾ എത്ര നല്ലവരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭാര്യ കൂടെ നന്നാകണം. അതിന് ഏറ്റവും വലിയ തെളിവേതാ? ഞാൻ ചുമ്മാതെ പറഞ്ഞൊന്നുമല്ല. അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയ ഏറ്റവും കൂടുതൽ ദഅവത്ത് നടത്തിയ നബി. 950 കൊല്ലം ഏറ്റവും കുറഞ്ഞ ദഅവത്ത് നടത്തിയ നബി ആരാ?
ഏറ്റവും കുറഞ്ഞ കാലം ദഅവത്ത് നടത്തിയ നബി ഈസാ നബി അലൈഹിസ്സലാം 3 വർഷം. അപ്പൊ ഏറ്റവും കൂടുതൽ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രബോധനം നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. അങ്ങനെ അള്ളാഹിനെ വിശ്വാസമില്ലാത്തവളായപ്പോ തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാവാൻ പോവുക. നൂഹ് നബി വിളിക്കുന്നുണ്ട്, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഒന്ന് കേറടാ ഉപ്പാന്റെ കൂടെ, ഈ കപ്പലിൽ കേറ് മോനെ, ഇന്ന് നീ രക്ഷപ്പെടത്തില്ല, ഇത് അള്ളാന്റെ അദാബാ, ലാസിമൽ യൗമ മിൻ അംരിൽ, അള്ളാന്റെ അദാബ് ഇറങ്ങിയിരിക്ക. പൊന്നുമോനെ, ഉപ്പ പറയുന്നത് കേക്ക്, ഉപ്പാടെ കപ്പലിൽ കയറി രക്ഷപ്പെടാ. ഉപ്പാടെ പണി നോക്കിക്കൊള്ളേ. നൂഹ് നബിയുടെ മകൻ പറഞ്ഞ മറുപടിയാ, ഞാൻ ആ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, വാപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. ആരോടാ പറഞ്ഞേ? 950 കൊല്ലം അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബിയോട്. തന്റെ മകൻ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞേ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ, അള്ളാന്റെ പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വാസമില്ലാത്തവളായിരുന്നു. മക്കളും തലതിരിഞ്ഞു പോയി. ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യമാരെ ദീനുള്ളവരാക്കാൻ പറയുന്നത്. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ഭാര്യയുടെ കയ്യിലേൽപ്പിച്ചിട്ടല്ലേ പോണേ? ഗൾഫിൽ പോകുമ്പോ ഭാര്യയുടെ കയ്യിലേൽപ്പിച്ചിട്ടല്ലേ പോന്നേ? അവള് നല്ലവളാകണ്ടേ? എങ്കിലല്ലേ മക്കളെ നല്ല നിലയിൽ വളർത്താൻ പറ്റൂ. മക്കളെ നല്ല നിലയിൽ വളർത്താൻ ഇല്ലെങ്കിൽ മോളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഉമ്മ പറയും എന്റെ റീൽസ് എടുക്കാൻ. ഉമ്മ തന്റെ മകളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും നീ എന്റെ റീൽസ് എടുക്ക്. എന്നിട്ട് ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഉമ്മ ഇനി എന്റേത് എടുക്ക്. ഇതാ കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദീനുള്ളതിനെ നോക്കാൻ പറയുന്നത്, അതിന് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. തന്റെ ജനതയുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയാൻ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാ. ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നുണ്ട്. ഉമർ തങ്ങൾ എന്താ അല്ല ഈ പാതിരാത്രി വീടിനകത്ത് കിടന്നിട്ട് ഈ ഉമ്മായും മോളും കൂടെ എന്താ ഈ വഴക്ക് കൂടണേ? ഉമർ തങ്ങളൊന്നും നിന്നടോ വീടിന്റെ പരിസരത്ത്, ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല. ആ വീടിന്റെ പരിസരത്ത് നിൽക്കുമ്പോ എന്താണ് പ്രശ്നം? എന്താ? കാമുകന് വേണ്ടിയുള്ള തല്ലല്ല. ഉമ്മ പറയുന്നു, മോളെ നീ അവനെ മറക്കണം. ഇല്ലുപ്പ ഇല്ലുമ്മ, താത്തല്ലല്ല, ഇന്ന് നമ്മുടെ വീട്ടിൽ തല്ലി നടക്കുന്നതിന് വേണ്ടിയാ. ആ ഉമ്മ മകളോട് പറഞ്ഞു, മോളെ പാലിനകത്ത് വെള്ളം ഒഴിക്ക് നീ. മകള് പറയാ, ഞാൻ ചെയ്യൂല, ഇത് ചതിയാ, ഇത് വഞ്ചനയാ, ഇത് പാപമാ, ഞാൻ ഒഴിക്കത്തില്ല ഉമ്മ വെള്ളം. എടി നിന്നോട് ഞാനാ പറയണേ, നിന്റെ ഉമ്മച്ചിയാ പറയണ പാലില് വെള്ളം കലർത്ത്. അപ്പൊ ആ മകള് പറയാ, ഉമ്മ ഖലീഫ ഉമറ രാജ്യം ഭരിക്കണേ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉമറ, അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഓ റൂം വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ. എടാ ഉമർ വീടിനകത്ത് കിടന്നുറങ്ങാ, നീ പാലിൽ വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങനെ കാണാനാ? നീ ഒഴിക്ക്. അപ്പോഴാണ് ആ പൊന്നുമോൾ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ. അള്ളാഹു ഉറങ്ങൂല, പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാ. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. മൃതങ്ങൾ ആ വീട് നോക്കി വെച്ചു. വീട്ടിൽ പോയി, പള്ളിയിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു, ആ പെൺകുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. ആരാന്നൊന്ന് അന്വേഷിക്കാൻ ഒരാൾ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. ആ പെൺകുട്ടി ഒരു യതീമായ മകളായിരുന്നു, ഒരു യതീമായ പെൺകുട്ടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മ അള്ളാനെ പേടിയുള്ളവളാ, കള്ളിയൊന്നുമല്ല. പിന്നെ പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞ എന്തിനാ? ആ കുടുംബം കഴിയുന്നത് ആകെ ഒരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കൊടുത്തിട്ടാണ് ആ വീട്ടുകാർ ജീവിക്കുന്നത്. ഒരാഴ്ചയായിട്ട് പാല് കിട്ടാതെ വന്നപ്പോ അവര് പട്ടിണിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരിത്തിരി പാല് കിട്ടിയത്. ഉടനെ ഉമ്മ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായി മോളെ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വിൽക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തിന്നാൻ എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോഴാ മോള് പറയണത് അള്ള കാണുന്നുണ്ടെന്ന്. ഉമർ നേരെ വീട്ടിലേക്ക് ചെന്നു. നേരെ ഉമർ തന്റെ വീട്ടിൽ ചെന്നിട്ട് 2 ആമക്കളെ വിളിച്ചു, തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞുടാ, ഒരു യതീമായ ഒരു പെൺകുട്ടിയുണ്ട്, പണവോ കൊട്ടാരോ ഒന്നുമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമില്ല. പക്ഷെ ആ പെണ്ണിന്റെ ഹൃദയത്തിനകത്ത് അള്ളാനോട് പേടിയുണ്ട്, ദീനുണ്ട്, പടച്ചവനെ പേടിച്ച് ജീവിക്കണ പെണ്ണാ, കെട്ടാൻ പറ്റും. എനിക്ക് ആഗ്രഹമുണ്ട് കെട്ടണമെന്ന്. ഖലീഫ ഉമർ തങ്ങൾ പറയും, എനിക്ക് ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാൻ, പക്ഷെ പ്രായമായത് കാരണം ഞാൻ കെട്ടുന്നില്ല. മക്കളെ ആരാടാ കെട്ടണത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ മക്കളോട് ചോദിക്കുക, ഒരു യതീമായ പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കോ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞ്, എനിക്ക് വേണം ബാപ്പ, പണവും സൗന്ദര്യവും കൊട്ടാരവും ഒന്നുമല്ല, ദീനുള്ള പെണ്ണ എനിക്ക് വേണ്ടത്. കല്യാണം കഴിച്ചു.
അതാ ദീനിനാണ് പരിഗണന കൊടുക്കാൻ പറഞ്ഞത്. എന്റെ സഹോദര പരിഗണന കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാന്റെ ചരിത്രം വായിച്ച കരയാത്ത ആരുണ്ടാകില്ല. അത്രത്തോളം മനോഹരമായ ചരിത്രമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി തന്റെ മരണമടുത്തെന്ന്. താൻ മരിക്കാൻ പോകുകയാണെന്ന് മനസ്സിലായപ്പോ, മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് തയ്യാറാവുകയാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. കുളിച്ച് റെഡിയായി റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ്. അവിടെ നിന്ന് യാത്ര പറയുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ കരയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഭാര്യ നിന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ റൂമിന്റെ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കൂ. ഫാത്തിമ കരയുകയാണ്. നിങ്ങൾ മരിക്കാൻ പോകുന്ന അവസാന സമയം നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടവളാണ് ഞാൻ. എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? എന്തിനാ വാതിലടയ്ക്കാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എൻ്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. എൻ്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ. വെളിയിലിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. തൻ്റെ പ്രിയപ്പെട്ടവളെ മരിക്കുന്ന സമയത്ത് റൂമിൻ്റെ പുറത്തിറക്കുകയാണ്. മനസ്സോടെ ഫാത്തിമ വെളിയിലിറങ്ങി വാതിലടച്ചു. സമാധാനമില്ല. ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂമിനകത്ത് കിടക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വീടിന്റെ പുറത്തു നിന്ന് കരയുകയാണ്. ആരാ അല്ലാഹ്, തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ റബ്ബേ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിനകത്ത് കടന്നു വന്നതാരാണെന്നറിയാറ്. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാണ്. അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തന്റെ ഭർത്താവിന്റെ റൂമിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറക്കുകയാണ്. കണ്ടടങ്ങൾ നിറയുകയാണ്. തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാ പോകുകയാണ്. പടച്ചവരെ, എന്ത് ചെയ്യുകയാ അല്ലാഹ്? തന്റെ ഭർത്താവ് എന്ത് ചെയ്യുകയാ അല്ലാഹ്? അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ രണ്ടാമതും ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ത് ചെയ്യുന്നതെന്നറിയുമോ? ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ, വാപ്പമാരേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുകയാ. എപ്പോഴാ? പള്ളിക്കകത്തിരുന്നല്ല, നിസ്കാരപ്പായിലിരുന്നിട്ടല്ല. അല്ലാഹുവേ, കാബിലുള്ള റബാഹു മലക്ക് അസ്റായീൽ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി റൂമിനകത്തേക്ക് കടന്നു വന്നപ്പോ
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? സാധാരണ ഏതെങ്കിലും ഒരു ആയത്തല്ല. ആരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്ത ആയത്ത് ഏതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽമുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയുന്നു, ഫാത്തിമ, തിൽകദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽമുത്തഖീൻ. ഫാത്തിമ, ഫാത്തിമ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കുന്നത്. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയുകയാണ്. ഫാത്തിമ കരയുകയാണ്. നോക്കുമ്പോ ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ ഉറക്കെ പറയുകയാ. അനക്കമില്ലടോ. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ? ഭർത്താവ് കടന്നിരുന്ന റൂമിനകത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത വല്ലാത്ത സുഗന്ധമാ. മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയുമോ? തന്റെ ഭർത്താവിന്റെ മുഖത്തെ ചിരി കണ്ടോ വല്ലാത്ത സന്തോഷത്തോടെ കിടക്കുകയാണ്. ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ എല്ലാവരും അറിയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാ ജനങ്ങൾ മുഴുവനും കടന്നു വരികയാ. എല്ലാവരും പറയുന്നു നല്ല മരണമാ. കണ്ടവര് പറയുന്നു നല്ല മരണമാണെന്ന്. അവസാനം അവിടെ നിന്ന് മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി. ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ ആരും പോകുന്നില്ലടോ. വന്നവര് മുഴുവനും അവിടെ നിൽക്കുകയാണ്. വന്നവര് മുഴുവനും അവിടെ നിൽക്കുകയാണ്. കൂടി നിന്ന് എല്ലാവരും ചർച്ചയായി. എന്താ പറയുന്നതെന്നറിയുമോ? അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂതി. പടച്ചവനെ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു മയ്യത്തിന് സുഗന്ധമായിരുന്നെന്ന്. ഒരു നാട് മുഴുവനും ചർച്ചയായി. അവസാനം എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് തന്നെ പോയി. ആ ജനാസ എടുത്തുകൊണ്ടുവന്ന വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു ചെല്ലുകയാണ്. വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് അവര് വിളിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ. ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം ഫാത്തിമ. സങ്കടപ്പെടുത്താമെന്നതല്ല ഫാത്തിമ. നീ ധൈര്യക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. പിന്നെ എന്തിനാണ് ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നതെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഫാത്തിമ, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു. ഷഹാദത്ത് കലിമ പറഞ്ഞു. അസ്റായിലിനോട് സലാം പറഞ്ഞു. ഖുർആനിലായത്തോതി. എന്തൊരു മരണമായിരുന്നു ഫാത്തിമ നിന്റെ ഭർത്താവിന്. ഞങ്ങളും മരിക്കേണ്ടവളാണ് ഫാത്തിമ. ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചതുപോലെ ഞങ്ങൾക്കും മരിക്കണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാൻ എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തത്. ഒരു നാട് മുഴുവനും ഭർത്താവിന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ.
എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആ മഹദി പറയുകയാണ്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹനെ ഓർത്ത് നടന്ന മനുഷ്യനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പെങ്ങളെ, ഭർത്താവും ഭാര്യയും കൂടെ കിടപ്പറയിലിരുന്ന് സംസാരിക്കുമല്ലോ, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാറുണ്ടല്ലോ. അതാ മഹദി പറയുകയാണ്, റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ് സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ആ മഹദി പറയുകയാണ്, ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, അല്ലാ, എന്തോ പറഞ്ഞപ്പോ ഭാര്യയുടെ വായിൽ നിന്ന് വീണു, അല്ലാ. നരകം പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, ഖബറ് പറഞ്ഞില്ല, മസ്സറ പറഞ്ഞില്ല, അല്ലാ എന്നൊന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞടോ. എന്റെ പെങ്ങള് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹുവിന്റെ പേര് പറയുന്നത് കേട്ടപ്പോ വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയുവോ? ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയുമോ? പെണ്ണേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോയപ്പോ പാലിനകത്ത് വെള്ളമൊടിക്കാൻ ഉമ്മ പറയുമ്പോ, ഉമ്മ പാവവാ, ഉമ്മ ചതിയാ, ഉമ്മ മോളെ വെള്ളമൊടിക്ക്. ഉമ്മ, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ അറിഞ്ഞാ നമ്മളെ വെറുതെ വിടില്ല ഉമ്മ. ഉമർ ഉറങ്ങുകയാ. ഉമർ എങ്ങനെ കാണാനാ? ഉമർ എങ്ങനെ അറിയാനാ? വെള്ളമൊഴിക്കാൻ തന്റെ പൊന്നാര മകളെ നിർബന്ധിച്ചപ്പോ ആ യതീമായ മകള് പറഞ്ഞു, ഉമ്മ, ഖലീഫ ഉമർ കാണുന്നില്ലായിരിക്കും, ഉമർ കിടന്ന് ഉറങ്ങുകയായിരിക്കും. പക്ഷേ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അമ്മ, അല്ലാഹു ഹാദിറാ, അല്ലാഹു ഷാഹിദാ, അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ ഉമ്മ. ആ പറഞ്ഞ പെണ്ണിന്റെ കുടുംബത്തിലാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ ജനിച്ചതെന്ന് പറയുമ്പോ ദീനുള്ള വീടാകണമടോ, ദീനുള്ള വീടാകണമടോ. അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വീടാകണം. അല്ലാഹനെ കുറിച്ച് പറയണം. നമ്മൾ എപ്പോഴാണോ അല്ലാഹനെ കുറിച്ച് പറയുന്നത് അപ്പൊ അല്ലാഹു നമ്മളെയും ഓർക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. 300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. 100 വർഷമായിടോ. 100ാം വാർഷിക സനദ്ദാന സമ്മേളനമാ നടക്കുന്നത്. പടച്ചവനെ, ഈ മക്കൾക്ക് വേണ്ടിയാ നിങ്ങളുടെ മുമ്പിലേക്ക് സംഘാടകർ കടന്നു വരുന്നത്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കണോ.
ഒരാളും വെറുതെ കൊടുക്കണ്ട, ഒരാളും വെറുതെ കൊടുക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സഹോദര, ഏതു മാരക രോഗത്തെയും തട്ടിമാറ്റുമടോ. സദക്ക തട്ടിമാറ്റാത്ത ഒന്നുമില്ല. പടച്ചവനെ, ഈ മാസം 30-ാം തീയതി 18 വയസ്സ് തികയുന്ന ഒരു പൊന്നുമോന്, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു പൊന്നുമോന് പടച്ചവനെ കൊണ്ടുചെന്ന് സ്കാൻ ചെയ്തപ്പോ ആ പൊന്നുമോന്റെ തലയിൽ 80% ബ്രെയിൻ ട്യൂമറിന്റെ അടയാളം കണ്ടിരിക്കുകയാ, വൈറസ് കണ്ടിരിക്കുകയാ. ഡോക്ടർമാർക്ക് സംശയമായി. അവര് പറഞ്ഞു ഒരു 10 ദിവസം ഗുളിക കഴിക്കാൻ കൊടുത്തു. 10 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞിരിക്കുകയാ. എന്നെ വിളിച്ചിട്ട് വല്ലാതെ കരയുകയാ. ഉസ്താദേ, 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റിന് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് കരഞ്ഞപ്പോ ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, ഒരു പള്ളി കെട്ടിക്കൊടുക്കാമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പൊന്നുമകന്റെ കുടുംബത്തോട് പറഞ്ഞു, ഇവന്റെ രോഗം മാറിയാ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടിക്കൊടുക്കാമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്യ്. ആ കുടുംബം നിയ്യത്ത് ചെയ്തടോ. വെള്ളിയാഴ്ച അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, പടച്ചവനെ, ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നല്ലോ, ഇന്നലെ രാവിലെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ. അവസാനം സ്കാൻ ചെയ്തിട്ട് 11:30 റിസൾട്ട് വന്നടോ. 80% ഉണ്ടായിരുന്ന അണുക്കളിൽ 1% പോലും അവന്റെ തലയ്ക്കകത്തില്ല. ഇതാടോ നബിതങ്ങൾ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. പെങ്ങളെ, സദക്ക കൊടുക്കാൻ പറയുന്നത് വെറുതെയല്ല. കൊടുത്താ നേട്ടം നിങ്ങൾക്കാടോ, കൊടുത്താ നേട്ടം നിങ്ങൾക്കാടോ. ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ട് രോഗം മാറാത്ത ഉമ്മ, നബിതങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ നബിതങ്ങളല്ലേ പഠിപ്പിച്ചത്, മുത്തുനബിയല്ലേ പറഞ്ഞു തന്നത്. അല്ലാഹുവേ, ഒരു പള്ളി കെട്ടി കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്തപ്പോ 80% ഉണ്ടായിരുന്ന വൈറസ് കാണുന്നില്ലടോ. ഡോക്ടർ പോലും അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് സംഘാടകർ കടന്നു വരികയാ. ശരീരത്തിൽ ഏത് മാരകമായ രോഗത്തിന്റെ അണുക്കളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയല്ലേ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, നീ അവരെ കൈവിടല്ലേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ